ഈ വീഡിയോയിലെ സാരി എന്ന് പറയുന്നത് നമുക്ക് കേരള സ്റ്റൈലിലൊക്കെ കേരള സാരി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സിൽക്ക് ടൈപ്പ് സെമി സിൽക്ക് ടൈപ്പ് സാരിയാണ്. ഇതിൽ ബോഡി ഫുള്ള് കുഞ്ഞ് ഗോൾഡൻ ലൈൻസ് ആണ് വരുന്നത്. മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ്. എന്നാൽ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നതും സീ ത്രൂ അല്ലാത്ത ഇപ്പോൾ സിംഗിൾ ലെയർ ആയിട്ട് ഇട്ടാലും ഇതുണ്ട് ഈ ഒരു തിക്നെസ് വരുന്നുണ്ട്. ഒരു തീരെ തിന്നായിട്ട് വരുന്ന മെറ്റീരിയൽ അല്ല. എന്നിട്ട് ബോഡിയിൽ ഫുള്ള് ഗോൾഡൻ ലൈൻസ്, അതൊരു ചെക്ക് പാറ്റേണിലാണ് ബോഡിയിൽ ആ ഒരു ലൈൻസ് വന്നേക്കുന്നത്. ബോർഡർ വരുമ്പോഴത്തേക്കിനും ചെറിയൊരു ഗോൾഡൻ ചെറിയ ബോർഡർ വരുന്നുണ്ട്. ഏറ്റവും അറ്റത്ത് ഒരു കര, അതൊരു മെറൂൺ ഷെയ്ഡിലാണ് ആ ഒരു കര വരുന്നത്. മെറൂണും ഗോൾഡനും ആയിട്ട് ലൈൻസ് വരുന്നു ബോർഡറിലും. രണ്ട് സൈഡും ഒരേപോലെ തന്നെ ബോർഡർ വരുന്നു. ബോഡിയിലെ ഈ ഒരു ഗോൾഡൻ ലൈനാണ് എടുത്ത് ലൈൻസ് ആയിട്ട് അറിയുന്നത്. പിന്നെ അതിലായിട്ട് സെൽഫായിട്ട് തന്നെ ഒരു ലൈൻസ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ചെക്ക് പാറ്റേണിൽ നിൽക്കുന്ന ബോഡി നിൽക്കുമെന്ന് പറയാൻ കാരണം. പല്ലു പോർഷൻ വരുമ്പോഴത്തേക്കിന് ജൂട്ട് വീവിങ്ങിന്റെ ഒരു പല്ലുവാണ് വരുന്നത്. ഏറ്റവും അറ്റത്ത് മെറൂൺ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സിൽക്ക് ഫിനിഷിൽ നമുക്ക് കേരള ഓണം സാരി ആയിട്ട് ഒക്കെ ഉടുക്കാൻ പറ്റിയ കുറച്ച് സാരീസാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല ക്ലാസിക്കലായിട്ട് ക്ലാസ് ലുക്കിൽ നിൽക്കുന്ന ഒരു സാരി. മെറൂൺ ബ്ലൗസ് ഇട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിന്റെ ബ്ലൗസ് വരുന്നത് സെയിം തന്നെ റണ്ണിങ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ആണ് വരുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സാരി റേറ്റ് വരുന്നത് 1650 വരും. അപ്പോൾ ഇത് ഒരു സാരി. ഇത് അടുത്ത സാരി വരുന്നത് സെയിം തന്നെ ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് സാരി വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ബോഡി പല്ലു പോർഷൻ വരുമ്പോഴത്തേക്കിന് ഒരു ജൂട്ട് വീവിങ് വരുന്ന പോലത്തെ പല്ലുവാണ് വരുന്നത്. എന്നിട്ട് പല്ലുവിൻ്റെ ഏറ്റവും അറ്റത്ത് ഇങ്ങനെ ഒരു ടാസിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കോർണറിലുമായിട്ട്. അത് കഴിഞ്ഞ് ബോഡി ഫുൾ ഏറ്റവും അറ്റത്തെ ബോഡി എന്ന് പറയുന്നത് വീതി ബോർഡറിൽ രണ്ട് കസവ് ബോർഡർ ഇങ്ങനെ സാരിയുടെ രണ്ട് സൈഡിലും ബോർഡറായിട്ട് പോയേക്കുന്നു. എന്നിട്ട് ബോഡിയിലും കുഞ്ഞ് ഗോൾഡൻ വീവിങ് ആണ് പോയേക്കുന്നത്. അതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്ന ലൈൻസ് ആയിട്ടാണ് പോയേക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഈ ഒരു ലുക്കിലാണ് സാരി നിൽക്കുന്നത്. മെറ്റീരിയൽ ഒരു സെമി സിൽക്ക് മെറ്റീരിയലാണ്. സെമി ടെസർ ഫിനിഷിൽ നിൽക്കുന്ന മെറ്റീരിയൽ. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് സെയിം ഈ പല്ലുവിൻ്റെ അതേ ഫിനിഷിൽ തന്നെ നിൽക്കുന്ന ജൂട്ട് ലൈൻസ് വരുന്ന ബ്ലൗസ് പീസ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. അഴിച്ചൊക്കെ ഇട്ട് കൊടുക്കാനാണേലും ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കേരള സാരി. സെയിം റേറ്റ് തന്നെ 1650 ആണ് ഇതിനും വരുന്നത്. ലൈറ്റ് ക്രീം ഷെയ്ഡ്. അടുത്തതും ഇതുപോലെ തന്നെ സെമി സിൽക്ക് സാരി. ഇതിൽ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ വരും. ബോഡിയിൽ കുറച്ച് നമ്മൾ ബനാറസി വീവിങ് വരുന്ന പോലത്തെ ബൂട്ടാസ് ആണ് സാരി ബോഡിയിൽ വരുന്നത്. കുഞ്ഞൊരു ബോർഡർ. മെറ്റീരിയൽ സെമി സിൽക്ക് തന്നെ. രണ്ട് സൈഡും കുഞ്ഞു ബോർഡർ. ബോഡി ഫുൾ ഈ ഒരു റൗണ്ട് ബൂട്ട വരുന്നു ഫുൾ സാരി ബോഡിയിൽ. പല്ലു പോർഷൻ വരുമ്പോഴത്തേക്കിന് ആ ഒരു ബൂട്ടായും ഉണ്ട്. ഈ ഒരു ഗോൾഡൻ ലൈനും പോകുന്നുണ്ട്. കോർണറിൽ ടാസിലും ചെയ്തേക്കുന്നു. ബ്ലൗസ് പീസ് വരുമ്പോഴത്തേക്കിന് ആ ഒരു ഗോൾഡൻ ലൈൻസും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ബനാറസി വീവിങ് ഗോൾഡൻ ത്രെഡ് വീവിങ്ങും കൂടെ വരുന്ന ബ്ലൗസ് പീസാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ബൂട്ടാസും ഉണ്ട്, വലിയ ബൂട്ടാസും വരുന്ന ബ്ലൗസ് പീസ്. ഇങ്ങനെ വരും ഇതിൻ്റെ ബോഡി വരുമ്പോഴത്തേക്കിന്. ഫ്രണ്ട് പോർഷനും ഫുള്ള് സാരി ബോഡി ഫുള്ളായിട്ടാണ് ഇവിടെയെല്ലാം ഫുള്ളായിട്ടാണ് ആ ഒരു വീവിങ്ങും ഒക്കെ കൂടി പോയേക്കുന്നത്. ഇത് ഇച്ചിരി കൂടെ ഒരു ബേജ് ഷെയ്ഡിലോട്ട്. എന്നാൽ നമുക്ക് കേരള സാരി ആയിട്ടും യൂസ് ചെയ്യാം, പിന്നീട് അല്ലാതും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇത് വരുന്നത്. റേറ്റ് സെയിം തന്നെ 1650 വരുന്നു. അടുത്ത സാരി വരുന്നത് അതും സെമി ടെസർ സാരി തന്നെയാണ്. ഇതിൻ്റെ വരുമ്പോഴത്തേക്കിന് ബോഡിയിൽ സെൽഫായിട്ട് ലൈൻസ് ഉണ്ട്. രണ്ട് സൈഡും ബോർഡർ പോകുന്നു. ഈ ഒരു ബോർഡർ ചെറിയ വീതിയിൽ വരുന്ന ബോർഡർ. ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് ഈ ഒരു ബോർഡർ എന്ന് പറയുന്നത് രണ്ട് ബോർഡറായിട്ട് കൊടുത്തിട്ട് അപ്പോൾ ആ ഒരു ബോർഡറിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ജക്കാർഡിലൊക്കെ വരുന്ന പോലത്തെ ഒരു വീവിങ് ആണ്. ഒരു സാറ്റിൻ ഫിനിഷിലാണ് ആ ഒരു ബോർഡർ നിൽക്കുന്നത്. സെൽഫ് ഷെയ്ഡിൽ തന്നെ ഈ ഒരു ക്രീമിലെ ഷെയ്ഡിൽ തന്നെയാണ് ആ ബോർഡറും വന്നേക്കുന്നത്. അതിലൊരു വീവിങ്. അതാണ് അതിൻ്റെ ആ ഒരു ഭംഗി വരുന്നത്. മുന്താണി പോർഷൻ വരുമ്പോഴത്തേക്കിന് ലൈൻസും ടാസിൽസും ഒക്കെ കൊടുത്തേക്കുന്നു. ബോഡി ഫുൾ ലൈൻസ്. ഇതെല്ലാം ഒരു ലൈൻസ് ഫീൽ ചെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ
ലുക്ക് എന്ന് പറയുന്നത്. ബ്ലൗസ് പീസ് സെയിം തന്നെ, ഇതുപോലെ തന്നെ ബോഡി ബോർഡർ ഇത് സ്ലീവ്സ് ആയിട്ടും വരുന്ന ബോർഡർ ഇങ്ങനെ വരും ഈ ഒരു സാരിയുടെ ലുക്ക്. സെയിം റേറ്റ് തന്നെ 1650 വരുന്നു. അടുത്ത സാരി വരുന്നത് അതൊരു സെമി ചന്തേരി ലുക്കിലാണ് ഈ ഒരു സാരി നിൽക്കുന്നത്. ഇതിനും ഒരു ബാവഞ്ചി ബോർഡർ പോലെയാണ് വന്നേക്കുന്നത്. ഒരു ടിഷ്യൂ ഫിനിഷും കൂടി ഈ ഒരു സാരിക്ക് വരുന്നുണ്ട്. ഇത് ഇച്ചിരും കൂടി ഡാർക്കായിട്ട് ഒരു ബേജ് ഷെയ്ഡിലാണ് നിൽക്കുന്നത്. ഒരു സൈഡിൽ കുറച്ച് വീതി, ലോവർ പോർഷൻ വരുമ്പോഴത്തേക്കും നല്ല വീതി കൂടിയ ബോർഡറാണ്. ഒരു സിൽക്കി ഫിനിഷിൽ നിൽക്കുന്ന, എന്നാൽ ഫ്ലോയിൽ ഉണ്ട്. നല്ല ഭംഗിയായി ഈ ഒരു ബോഡിയൊക്കെ കാണാൻ. പല്ലുവിലും ആ ഒരു കസവ് തന്നെ വീതി ബോർഡർ ആയിട്ട് വരുന്നു. എൻ്റെ പോർഷനിലെ ടാസിൽ ബ്ലൗസ് പീസ് സെയിം തന്നെ ഇച്ചിരും കൂടെ ഡാർക്കായിട്ട് ഒരു ഗോൾഡൻ ഫിനിഷിങ് കൂടെ നിൽക്കുന്ന ബ്ലൗസ് പീസ്. നമ്മുടെ ഈ സാരിയുടെ ബോർഡറിൻ്റെ ആ ഒരു ഫിനിഷാണ് ബ്ലൗസ് പീസിന് വരുന്നത്. എന്നിട്ട് ബ്ലൗസ് പീസിൻ്റെ ബോർഡറിലും നല്ല വീതിയുള്ള ബോർഡർ വരുന്നു. ഇങ്ങനെ നിൽക്കും, വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന കുറച്ച് ഇത് നിൽക്കും ഈ ഒരു സാരി. അടുത്ത സാരി വരുന്നത് ഇച്ചിരും കൂടെ ലൈറ്റ് ക്രീം, അതും ഈ സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്, സെയിം ക്ലോത്തും. പക്ഷെ ബോർഡറിൽ മാത്രം ഇച്ചിരി കൂടെ വ്യത്യാസം. അത് ബോർഡർ വരുമ്പോൾ ഒരേ രീതിയിൽ ബോർഡർ വരുന്നു. ഇത് ബോർഡറിൽ 2 കസവ് വീവിങ് പോകുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ്. പിന്നെ ചെറിയൊരു ലൈറ്റ് കളറോടാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഇങ്ങനെ വരും. പല്ലുവിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. പല്ലുവിലൊരു മെറൂൺ വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്, സെയിം തന്നെ റണ്ണിങ് ആയിട്ട് വരുന്ന ബ്ലൗസ് പീസ്. ഇത്രയും സാരീസാണ് നമ്മുടെ വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന പുതിയ ഓണം സാരീസ്. ഏതെങ്കിലും സാരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്